വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു മത്തിക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനം ഇത് 1 കിലോ മത്തിയുണ്ട്. പിന്നെ ഇതിന് ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു 2 പച്ചമുളക്, ഒരു 5-6 ചുവന്നുള്ളി, പിന്നെ വെളുത്തുള്ളി അത് ഒരു 5-6 പീസുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് എരിവുള്ളത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടൊമാറ്റോ നന്നായിട്ട് അരച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ആവശ്യത്തിന് നമുക്ക് കുടംപുളി. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊന്ന് ചതയ്ക്കണം. ഇതുപോലൊരു പാത്രത്തിലിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് കുറച്ച് നേരത്തെ അങ്ങോട്ട് ഇട്ടിച്ചാൽ മതി. അപ്പോഴത്തേന് അതിൻ്റെ പുളി ആ വെള്ളത്തിലേക്ക് ഇറങ്ങും. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാവേ. ഈ മിക്സിയുടെ ചെറിയ ജാറില്ലേ, അതിനകത്തോട്ട് നമുക്ക് ഈ ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. ഇത് നമ്മൾ അരച്ചാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ മീൻകറി എപ്പോഴും ഇഞ്ചിയും ഉള്ളിയും എല്ലാം അരിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ. ഇത് ഞാനൊന്ന് അരച്ചിടാമെന്ന് വിചാരിച്ചേ. അപ്പം കറിക്ക് കുറച്ചുകൂടെ നല്ല ആ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടിരിക്കുവേ. മത്തി ഒരുമാതിരി എല്ലാവർക്കും ഫ്രൈ ചെയ്യുന്ന ഇഷ്ടം, കാരണം ഇതിന് ആ ഒരു മുള്ളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ നമുക്ക് ഹെൽത്തിന് നല്ലത് എപ്പോഴും കറി ഉണ്ടാക്കി കഴിക്കുന്നതാണ്. ഒരുപാട് എണ്ണ അധികം അങ്ങ് ആകത്തും ഇല്ല. ഇതിൻ്റെ ഗുണവും കറി വെച്ച് കഴിക്കുന്നതാണ് നല്ലതെന്ന് എല്ലാവരും പറയുന്നത് കേൾക്കാൻ കിട്ടും. ഈ വെളുത്തുള്ളിയും കൂടി ഇത് ചേർക്കാം. പച്ചമുളക് നമുക്ക് അരയ്ക്കേണ്ട കാര്യമില്ല, അത് അരിഞ്ഞിട്ടാൽ മതി കേട്ടോ. ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാവേ. ഇത് ഞാൻ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നറിയോ, ഈ മുളക് പൊടി 2 ടൈപ്പ് മുളക് പൊടിയും കൂടെ ഇതിനകത്തോട്ട് ചേർക്കണം. ചേർത്ത് കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. അപ്പോഴത്തേന് ഈ ഉള്ളിയും ഈ മുളകും എല്ലാം കൂടെ നന്നായിട്ട് അരഞ്ഞ് കിട്ടുവേ. നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. സ്വല്പം കടുകും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഈ പച്ചമുളക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. ഇത് നമ്മൾ ഈ മുളകും ഉള്ളിയും എല്ലാം കൂടെ ഇഞ്ചിയും എല്ലാം കൂടെ അരച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റണേ. ഇതിന്റെ ആ ഒരു പച്ച ആ ഒരു ചൊവയൊക്കെ ഉണ്ടല്ലോ മുളകിന്റെയൊക്കെ, അതെല്ലാം മാറണം. അപ്പൊ ഒരു കുറച്ച് സമയം എടുത്ത് ഇത് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴറ്റിയില്ലേ ഉണ്ടല്ലോ, ആ ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ച ഒരു ചൊവയുണ്ട്, പച്ച കുത്തല് പോലെ, അതങ്ങോട്ട് കറിക്കകത്ത് വന്നാല് കറിക്ക് ഒരു ടേസ്റ്റ് കാണത്തില്ല. എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് ഇത് വഴന്നു വരണേ. ഇതിനകത്ത് ഈ ചുവന്നുള്ളിയൊക്കെ ഇടുന്നോണ്ടുണ്ടല്ലോ, ഒരുപാട് ദിവസം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാതൊന്നും പുറത്ത് വെച്ചേക്കരുത് കേട്ടോ. കാര്യം നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുന്നത്. എന്നാലും ചുവന്നുള്ളി ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് അത് കേടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഉള്ളി ചേർക്കാതെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആയിരിക്കണേ. മീൻകറി നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കി ചാനലിൽ ഇട്ടിട്ടുണ്ട്. എണ്ണ ഒട്ടും ചേർക്കാതുള്ള മീൻകറി ഉണ്ട്. ചിലർക്കുണ്ടല്ലോ അധികം എണ്ണയൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത, അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള മീൻകറിയും ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ഞാനിത് വഴറ്റിയിട്ട് കാണിക്കാവേ. ഇപ്പൊ നമ്മളിവിടെ ഒരു 2-3 മിനിറ്റ് ആയി ഇത് വഴറ്റാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് ഈ തക്കാളി അരച്ച് വെച്ചേക്കുന്നില്ലേ, അതും കൂടെ ചേർത്ത് ഇതുപോലെ ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയുടെ ആ ഒരു പച്ചച്ചൊവയും കൂടെ നമുക്ക് മാറി കിട്ടണേ. നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തേക്കണേ. ഈ കുടംപുളി ഉണ്ടല്ലോ, അതും കൂടെ ഈ സമയം ആഡ് ചെയ്യണേ. ഇത് വെള്ളത്തിലിട്ടേക്കുമല്ലായിരുന്നു, ആ വെള്ളം കുറച്ച് കഴിഞ്ഞ് നമുക്ക് ചെയ്താൽ മതി. ഈ പുളിയും കൂടെ ഇതിനകത്ത് കിടന്ന് ശരിക്കും ഒന്ന് വഴന്ന് കിട്ടണേ. ഇനി 2-3 മിനിറ്റ് ഞാൻ ഇത് വഴറ്റിയിട്ട് കാണിക്കാം. വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കണ്ടോ, കുറച്ച് വെള്ളമൊക്കെ അങ്ങ് വറ്റിയിട്ട് ഇത് ഡ്രൈ ആയി. പുളിയും ആ മുളകും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഈ പുളിവെള്ളം ഇല്ലേ, അത് പതുക്കെ അങ്ങോട്ട് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിനകത്ത് ചേർത്തേക്കണേ. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം. ഇനി നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കണേ. ഈ സമയം ഉപ്പൊക്കെ ഒന്ന് നോക്കിയേക്കണേ. ഉപ്പും പുളിയും എല്ലാം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. എണ്ണയ്ക്കകത്തിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് വഴറ്റിയില്ലേ, അതൊക്കെ ഈ പുളി നന്നായിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ അത് സഹായിക്കുന്ന കാര്യങ്ങളാണ്. രാവിലെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് തന്നെ എടുക്കണേ. നമ്മൾ ഇതുപോലത്തെ ടിപ്സ് ഒക്കെ ചേർത്താൽ മതി. നമുക്ക് കറക്റ്റ് പുളി അന്നേരം മീനകത്ത് പിടിച്ചോളുവേ. അരപ്പ് തിളച്ച് തുടങ്ങുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മീനെല്ലാം ഇട്ട് കൊടുക്കാം. സ്പൂൺ കൊണ്ട് ഇങ്ങനെ കൊടുത്താൽ മതി, ആക്കി കൊടുത്താൽ മതിയേ. മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റിക്കുക ചെയ്യണ്ടേന്ന് പറയും. ഇതിപ്പോ ചട്ടിക്ക് അധികം ചൂടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് അങ്ങ് എടുത്തത്. മീൻ ഇട്ട് കഴിഞ്ഞാൽ അധികം ഈ സ്പൂൺ ഇട്ട് ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കരുത്. അത് വെന്ത് തുടങ്ങി കഴിയുമ്പോഴേ
ആദ്യം നമ്മൾ ഇടുമ്പം ഒന്ന് ഇളക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒന്ന് വെന്ത് തുടങ്ങുമ്പം പിന്നെ സ്പൂണിട്ട് വല്ലാതെ ഇളക്കരുത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മളിവിടെ മീൻകറി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ചാറൊക്കെ കുറച്ച് കുറുകി നല്ല സെറ്റായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ആ ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് ആക്കി വെച്ചേക്കണം. ഇനി ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോഴത്തേന് നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി മീൻകറി ആയിരിക്കും. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി മീൻകറി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്താൽ മതി. നമ്മുടെ നല്ല ആവി പറക്കുന്ന അടിപൊളി മീൻകറി, മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് നല്ല കപ്പയുടെയും ചോറിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാത്തിനും കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് പോകുന്ന ഒരു മീൻകറിയാണ് കേട്ടോ. ഇത് ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. മത്തിയുടെ ഗുണമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്